വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. സൗണ്ട് ഉണ്ടായിക്കോട്ടെ. സൗണ്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സൗണ്ട് നമ്മൾ സഹിക്കല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പം ആഴ്ചയിലൊരു ദിവസം, അതായത് ഈ വെള്ളിയാഴ്ച രാവ് ഷോപ്പൊക്കെ കഴിഞ്ഞ് ഒന്നൊന്ന് മൈൻഡ് റീഫ്രഷിംഗ് എന്ന് വേണം പറയാല്ലേ. അതിന് മുന്നേ ഞാൻ രണ്ടാൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഇത് പേര് പറഞ്ഞോടാ. ആഷിഖ്. അടുത്ത ആള് നമ്മള് ഒപ്പരം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ മൂന്നാളും ഇങ്ങനെ വെള്ളിയാഴ്ച രാവ് ഷോപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങും, ഫുഡടിക്കും, തിരിച്ച് റൂമിലേക്ക് തന്നെ വരും. ആകെ ഒരു മൈൻഡ് റീഫ്രഷിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നങ്ങനെ നമ്മളെ തൊട്ടടുത്ത് നമ്മൾ സ്ഥിരം പോകുന്നൊരു ഹോട്ടലുണ്ട്, ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ഹോട്ടലിൽ പോയിട്ട് ഇവിടെ അടുത്ത്, അതായത് നടക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ്. അപ്പം അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുക. അതിന് നേരെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് ഒരു അറബ് മാർട്ട് എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സ്ഥിരം വിസിറ്റേഴ്സാണ്, കസ്റ്റമേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, വിസിറ്റേഴ്സാണ്. അപ്പോൾ ആ 2 സ്ഥലം കവർ ചെയ്തിട്ടാണ് തിരിച്ച് റൂമിലേക്ക് എത്തൽ. ഏതായാലും ബാക്കി വീഡിയോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊരു ലൈറ്റ് ഉണ്ട്, നമ്മൾ സ്ഥിരം കഴിക്കുന്നൊരു സാധനം. നെയ്ച്ചോറും പള്ളിക്കറി ഇവിടെ വന്നിട്ട് ഇരുന്നടിച്ച് മത്തായി മതമോത്മനായിട്ട് തിരിച്ചു വിടുന്ന പോകുള്ളൂ. എന്താ പറയുക, ഇനി പോകുമ്പോൾ വേറെ ഇപ്പൊ കാണാൻ കുറച്ച് ചേലെങ്കിലും ഉഷാറുണ്ടോ, കുറച്ച് കാണാൻ ചേലുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചേലൊക്കെ അങ്ങ് പോകും. എന്നിട്ട് കാണാതെ ഇവിടെ സ്ഥലം പറഞ്ഞു കൊടുക്കുക. മലപ്പുറം ഇവിടെ ഒഴിവാക്കണേ ഞാൻ മലപ്പുറം ഭയങ്കര കൊണ്ടോട്ടെ കരുവങ്കല്ലേ. ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞ് വന്നൊരു വ്യക്തിയാണത്. നിക്കാഹ് കഴിഞ്ഞതാണ് ചെക്കൻ. പക്ഷെ ഭാഗ്യം എന്താ അറിയും, ഓന് ഫസ്റ്റ് പോക്കത്തിന് ഓനെ നിക്കാഹ് കഴിച്ചിട്ടാണ് വന്നത്. അത് ഞമ്മക്ക് അറിയില്ല കേട്ടോ സംഭവം എന്താന്നുള്ളത്. പിള്ളേർക്ക് എന്താ സംഭവം എന്താന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഫസ്റ്റ് പോക്കിന് തന്നെ ആള് പെണ്ണിനെ സെറ്റാക്കിയിട്ടാണ് തിരിച്ച് കയറിയിരിക്കണത്. അത് ചെറിയ കഴിവല്ല അല്ലേ. ഇനി അടുത്ത ആളാണ് സെർച്ചിങ്ങിലാണ്. അപ്പൊ ആ ഭാഗത്തുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ പറയണ്ട. എന്തായാലും ഈ വ്ലോഗ് വളർന്ന് ഭാവിയിൽ വലിയൊരു സ്ഥാനത്തെത്തുമ്പോൾ എൻ്റെ കല്യാണമൊക്കെ ഞാൻ വ്ലോഗാക്കി എടുക്കും. അപ്പം സ്റ്റേ ട്യൂൺ. ഏതായാലും ഇനി ഫുഡ് വരട്ടെ, ബാക്കി ഫുഡ് വന്നിട്ട് വെക്കാം. അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യാൻ നിൽക്കണില്ല. ഫോൺ അപ്ഡേറ്റ് ചെയ്താണ് പെട്ടെന്ന് അതിന്റെ ശേഷം ഒരു 17 Pro അല്ലെ 18 Pro ലെവലിലേക്ക് അത് ഉറപ്പാണ്. അത് കൺഫേം ആണ് കാര്യം. ഒക്ടോബറിൽ വരെ കയറാം, ഒക്ടോബർ ഡിസംബർ ആ ടൈമിൽ. അപ്പോൾ എന്തായാലും ബ്ലോഗൊക്കെ ഒന്ന് സക്സസ് ആയി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാഷാ അല്ലാഹ് ഇതുവരെ വെച്ച് നോക്കുമ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം 100K 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇൻഷാ അല്ലാഹ് ഭാവിയിലേക്ക് ഇനിയും മുന്നോട്ട് ഇതുപോലെ സജീവമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു ബ്ലോഗിനായിട്ട് നല്ലൊരു ഫോണ് ഇറക്കണം. കാരണം ഇത് അത്ര ആഫിയത്ത് ആരോഗ്യമുള്ളൂ. ഞാൻ പൂതി വെച്ച് വാങ്ങിയൊരു ഫോണാണ്. അപ്പോൾ ഏതായാലും ഫുഡ് വരട്ടെ. ഒരു ഇതെല്ലാ സാധനങ്ങളിലുണ്ടാവും. സലാഡ്, ചട്ടിനി, പിന്നെ എന്താ പുളിശ്ശേരി. എന്താ ആവശ്യം പുളിശ്ശേരിയോ അല്ല അതിൻ്റെ അപ്പുറത്തുള്ള തൈര്, 65. ഇതാണ് നമ്മളെ സ്പെഷ്യൽ സാധനം പള്ളിക്കറി. ഇത് ഇവിടുത്തെ വെറൈറ്റി സാധനം കേട്ടോ. അപ്പോൾ ഏതായാലും കഴിക്കട്ടെ. ഫുഡിൻ്റെ അഭിപ്രായം എന്താ ആശിക? ആസിലെ ഫുഡിൻ്റെ റിവ്യൂ പറഞ്ഞോട്. തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സൈഡായി പോയി. ഇനി ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് എത്തണം.
ഈ ചൂടത്ത് നടന്നങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് വേർത്തൊലിച്ച് ഒന്നും കൂടി പരുവാവും. ഡിലൈറ്റിൻ്റെ സേവനത്തോട് നന്ദിയും പറഞ്ഞുകൊണ്ട് അടുത്ത ലൊക്കേഷൻ പിടിക്കുക ഈ സുഹൃത്തുക്കളെ. അതാണ് നമ്മൾ അടുത്ത സ്ഥലം. ഇത് സർവ് മാർട്ട്. അവിടെ കയറിയ ഇവിടെ ഒരു വിസിറ്റ് മസ്റ്റാണല്ലോ വാസിയെ അല്ലേ? ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടാത്ത അവസ്ഥ ആയിക്കണം. ഇപ്പോൾ ഉറക്കം കിട്ടില്ല. പർച്ചേസ് ഒന്നുമില്ല, പർച്ചേസായിട്ട് ഒരു സംഗതിയും ഇല്ല. ജസ്റ്റ് ഒന്ന് കയറുക, അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെൻസസ് എടുക്കുക, തിരിച്ചിറങ്ങുക. പിന്നെ ചില സമയത്ത് പോയിട്ട് വല്ല മറ്റേ കോൾഗേറ്റോ അല്ലെങ്കിൽ മറ്റേ സോപ്പും പൊടിയോ അല്ലെങ്കിൽ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് വരും. പക്ഷെ എന്നാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ ഷാമക്കാർക്ക് ഏറ്റവും ആശ്രയമായിട്ടുള്ള ഒരൊറ്റ സ്ഥാപനം മാത്രമല്ല ഈ അറബ് മാർട്ട്. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഈ ഏരിയയിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല. അപ്പം അതിൻ്റെ ഉള്ളിലൊന്ന് കയറും. അസ്സലാമു അലൈക്കും. ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ വക ചെറിയ സപ്പോർട്ട് വേണം. ചെറിയൊരു യൂട്യൂബ് ബ്ലോഗാണ്, വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടപ്പാണ്. അപ്പം ഇതാണ് നമ്മളെ ഇവിടുത്തെ അറബ് മാർട്ടിലെ ജെൻ സെക്ഷനിലെ വേണ്ടപ്പെട്ടൊരു വ്യക്തി. ഇവിടെ വന്ന ഇയാളെ കാണാനാണ് നമ്മൾ കാര്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും വലിയ സന്തോഷം, ഇന്നിപ്പോൾ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിക്കോളും. വരുമാനം കിട്ടുമ്പോ കൊണ്ടുതരണം. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അതിലൊക്കെ നിങ്ങളൊക്കെ ഒരു ഭാഗമായിട്ട് മാറും. അങ്ങനെ വരുമാനം കിട്ടുമ്പോൾ അതിൽ നിങ്ങളൊക്കെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പൊ ആള് കാസർഗോഡാണ്. കാസർഗോഡ് എവിടെയാണ്? കോട്ടിക്കുളം ബേക്കൽ ഫോർട്ടിന്റെ അടുത്ത്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കളക്ഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണും, ഒന്ന് കറങ്ങിയിടിക്കും, തിരിച്ച് നേരെ വന്ന വഴിക്ക് പോകും. ആയിക്കോട്ടെ. നല്ല മെറ്റീരിയലും കാര്യങ്ങളാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളും. അപ്പം ഇവിടെ നിന്ന് തന്നെ എടുത്താൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ ഷഹാമയിൽ ആശ്രയിക്കാൻ പറ്റിയ ഒരൊറ്റ സ്ഥലം ഇതന്നെയാണ്. ഇതിനുള്ളിൽ എല്ലാ സാധനവും ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റാണ്, ജെൻസ് ഉണ്ട്, ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. ക്ലാസ്സിലെ നോട്ടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്നും പറയാനില്ലല്ലോ. ഇങ്ങനെ നടക്കണം. ഇതാകുമ്പോ എന്താ അറിയോ, യൂറോപ്യൻ സ്റ്റൈൽ ഇട്ടുണ്ട്. നടക്കും. മുഖഭാവം ഒന്നും ശ്രദ്ധിക്കരുത്. മുഖഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ, നാരി പുതു നാരി കൊണ്ട് കൊണ്ടെങ്കി സാരി. എടുക്കോ ബാസിലെ, ഈ എടുക്കോ? ഇത് ബില്ലടിക്കുന്നവരുണ്ടാവും കേട്ടോ വീഡിയോ. ബില്ലടിക്കുന്നവരെ വീഡിയോ ഉണ്ടാവും കേട്ടോ. ആശിക്ക് ഇപ്പം നാട്ടിൽ നിന്ന് വന്നതിനെ കൊണ്ട് ദർഹംസ് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ. ആശിക ദർഹംസ് ഇറങ്ങിയിട്ടില്ല. അപ്പം എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഫസ്റ്റ് ടൈമാണ് ഇത് പുറത്തിറങ്ങിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണത്. ഇപ്പം എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടാവും, ചിരിക്കാനുള്ള വക ഉണ്ടാവും, കളിയാക്കാനുള്ള വക ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ വ്യാഴാഴ്ചകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിലോ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പിടിച്ചിട്ടില്ല വാസിയെ, ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പിടിക്കും, എന്നിട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങും. ഇതുപോലെ ചെറിയ രീതിയിൽ വീഡിയോ എടുക്കും, അപ്ലോഡ് ചെയ്യും. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ വൺ ഡേ പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായി.
സത്യമാണ്, സത്യമാട്ടോ. ഞാൻ ഏകദേശം ഇവിടെ വരുമ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഇതിനുള്ളതാണ്. ഞാൻ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഞാൻ പാൻറ് എടുത്തതോ ഏതാ ലുക്ക് നടക്കൂ. എന്താണ് നമ്മളെ സാധനം? അലോവേര ഉണ്ട്, 99% അലോവേര. ഇവിടെ ആകെ വാങ്ങുന്നത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ മോശമാണെന്നല്ല, നമുക്ക് ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലേ? ഇല്ലളിയാ, ആ കുടുങ്ങിയതാ ഞാൻ ആ സാധനം കൊണ്ട്. പക്ഷെ ഇത് വലിയ കായ് കൊടുത്താണ് മറ്റേ അടിച്ചിക്കാണെങ്കിൽ അപ്പൊ അതിന്റെ അവസ്ഥ ഒഴിക്കുമ്പോ മണണ്ടേനോ? ഒഴിക്കുമ്പോ മണുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് അലക്കിയത് എടുത്തിട്ട് തിരിച്ച് അലക്കാൻ വേണ്ടി ഉണക്കാൻ വേണ്ടി കൊണ്ടിട്ടടുത്ത് മണം പോയി. ഒറ്റ പോക്ക് മണം ഇല്ല, മണല്ല. കുറച്ച് മണണ്ടേനു, പിന്നെ മണം പോയി. ഇതിനേക്കാളും പോയത് എന്റെ മറ്റേ സാധനം. അതാകുമ്പോ കുറച്ച് ലോങ് ലാസ്റ്റിന് മണം കിട്ടിയാണ്. പക്ഷെ കംഫോർട്ട് അറിയപ്പെടുന്ന ബ്രാൻഡാണല്ലോ, പിന്നെ അങ്ങനെ ബ്രാൻഡിന് മാറ്റം വരിക. ഇതാണ് ഇപ്പൊ നമ്മൾ കുളിച്ചോണ്ടിരിക്കുന്ന സോപ്പ് അല്ലേ വാസിലെ? ഇതല്ലേ നമ്മളന്ന് സാധനം? ഇതാണ് ഇപ്പൊ നമ്മള് നല്ല ഊക്കലാ, നല്ല ഊക്കലാ. 100K സബ്സ്ക്രൈബേഴ്സ് ഇൻഷാല്ലാഹ് ഒരു നാൾ ആ പറഞ്ഞ 100K ഇൻഷാല്ലാഹ് ഞാൻ ഒരു നാൾ ആക്കിയിരിക്കും. എന്നാ പോ നമുക്ക്. അപ്പൊ ഏതായാലും ഇപ്രാവശ്യത്തെ വ്ളോഗ് നമ്മൾ അറുമാട്ടിൽ വെച്ച് നിർത്താം. ബാബാ കമോൺ, ബാബാ അധിക വാ, അധിക വാ. ആ ജ്യൂസൊന്നും വേണ്ട. അപ്പൊ ഏതായാലും ഇന്നത്തെ വ്ളോഗ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ചെറിയൊരു വ്ളോഗ് എന്ന് പറയാം. എന്താ തട്ടിക്കൂട്ടൽ വ്ളോഗ് ആദ്യമായിട്ട് എടുത്ത ഒരു പരിപാടിയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ലാഹ്. ഇനി വ്ളോഗിന്റെ ഗതി ഏതാവും എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് വന്ന് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടോ വന്ന് പറഞ്ഞു തരുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. അധികം ഒരു ബൈ എടുത്തത്. ബൈ ബൈ.